ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീവിഷ. നമ്മളിതാ വീണ്ടും എത്തിരിക്കുകയാണ് ജിൽ ടിവിയിലെ ധമാക്കയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തളിപ്പറമ്പിലെ വിവേകാനന്ദ വിദ്യാലയത്തിലാണ്. ഇന്നത്തെ ധമാക്ക നമുക്ക് ഇവരുടെ കൂടെ ആവാം. എന്താ, അങ്ങോട്ട് പോരല്ലേ? കമോൺ. വരട്ടെ വരട്ടെ. ഹലോ ഹായ്. എന്താ ബിസിയാ? അല്ല, എന്താ കാര്യം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ? എന്താ? ഫുട്ബോളിന്റെ ടൂർണമെന്റ് ഉണ്ടോ? അതിനെ പറ്റി ചർച്ചയായിരുന്നോ? അതെ, അതിനെ പറ്റി ഷെയർ ചെയ്യാൻ പറ്റുമോ? നമ്മൾ എടുക്കാം. ഷെയർ ചെയ്യോ? എന്നാ പറഞ്ഞേ. അയ്യോ പറയോ? അയ്യോ, എനിക്ക് അറിയില്ല. 7ാം ക്ലാസ് വേഴ്സസ് 6ാം ക്ലാസ്, അങ്ങനെ പിന്നെ 4ാം ക്ലാസ് 5ാം ക്ലാസ് മിക്സ് ആക്കിയിട്ടില്ലേ? അങ്ങനെ അതിനെ പറ്റിയുള്ള ചർച്ചയായിരുന്നു അല്ലേ? ഓക്കെ. നിങ്ങളെല്ലാം ഏത് ക്ലാസ്സിലാ? ഞാൻ 7ല്. 5. ഹലോ, അതിനൊക്കെ ചെറിയൊരാളെ കണ്ടല്ലോ. ഓക്കെ. 6ല്. പേരെന്താ? പരിചയപ്പെട്ടു ഒന്ന്. പേരെന്താ? വിശ്വജിത്ത്. മാധവ്. സൂരജ്. ആദിദേവ്. വിജയ്. കശ്യപ്. ഓക്കെ. എന്താ പരിപാടി? പിന്നെ ഇന്റർവെൽ ആണോ ഇത്? ഇന്റർവെൽ ബ്രേക്ക് ആണ്. ഈ കൂട്ടത്തിൽ ആരാ പാട്ട് പാടുന്നേ? മാധവ്. അരക്കറിയില്ല. ഓക്കെ. എന്നാലും ഒരു പാട്ട് പാടിക്കൂടെ അല്ലേ? നിങ്ങളെ സാറ് പറഞ്ഞല്ലോ നന്നായി പാട്ടൊക്കെ പാടുന്നു. പോടാ, ഞാൻ പാട്ടൊന്നും പാടില്ലാന്ന്. എന്നാലും ഒരു പാട്ട് പാടിക്കൂടെ? ഒരു പാട്ട് പാടുവോ? എല്ലാരും കൂടെ ഒരു പാട്ട് പാടുവോ? റെഡിയല്ലോ? ഒന്ന് ചില്ലാവ് ഗൈസ്. ഓക്കെ, ഞാൻ മൈക്ക് തരട്ടെ. പാടുവോ? പാടില്ലേ? എന്താ കാണിക്കുന്നുണ്ട് കേട്ടോ. പാടുവോ? എന്നാ മൈക്ക് പിടിച്ചോ. ലാലേ 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 ലാലേ. ഞണ്ട് പൊടിക്കണേ മീനൂനെ പൊടിക്കണേ, ഞണ്ട് കറി വെക്കാനുനാക. ഞണ്ട് പൊടിക്കണേ മീനൂനെ പൊടിക്കണേ, ഞണ്ട് കറി വെക്കാനുനാക. ലാലേ 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 ലാലേ. പാപ്പനെ കാണണോ, പണവും വാങ്ങണോ, കുട്ടിച്ചന്തക്ക് പോകാനുനാക. പാപ്പനെ കാണണോ, പണവും വാങ്ങണോ, കുട്ടിച്ചന്തക്ക് പോകാനുനാക. ലാലേ 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 ലാലേ. ഉത്തരി എടുക്കണം, കോരി എടുക്കണം, ചിന്നവനെ കോരി വെക്കാനു
കുത്തരിയെടുക്കണം കോരിയെടുക്കണം ചിന്നമന കോരി വെക്കാനുന്നാങ്ക ലാലേ 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 അപ്പ പുള്ള കോഴിക്കറി കൊത്തി കൊത്തി ചായച്ചു അമ്മ പുള്ള ഞാറ് കണ്ടം നട്ട് നട്ട് ചായച്ചു കുട്ടിന്റെ കയ്യിൽ വെള്ളയിലേക്ക് പോയാ ഹോയാ ഹോയ് ഏ ലല്ലേ 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 ഹോയ് ഏ ലല്ലേ 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 ഹോയ് ലാലേ 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 ലാലേ. നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാരും ക്ലാപ്പ് ചെയ്ത്. ഈ ഇങ്ങനെ പാടുന്ന ആളാണോ? ഇല്ല പറഞ്ഞേ. അവിടെയല്ലോ കുറച്ച് നല്ല മിടുക്കി നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. പാട്ടൊക്കെ പാടത്തില്ലെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ ഒന്ന്. ഹലോ ഹലോ, ഇതൊന്നും പറയാത്ത. ഹലോ ഹലോ, എത്ര എനർജി ഉള്ളൂ? ഞാൻ മിടുക്കിലെന്ന് പറഞ്ഞേ, ഒച്ചത് പറഞ്ഞ. ഹലോ 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 ഹലോ. എല്ലാരും ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? എല്ലാരും UKG ആണോ? ഞാൻ പരിചയപ്പെട്ടോട്ടെ. എനിക്ക് പേര് പറഞ്ഞുതരോ? പേരെന്താ? ആരുഷി. ആരുഷി. പ്രദിഷ. പ്രദിഷ. ആത്മിക. ആത്മിക കുട്ടിയാണോ? ദേവനന്ദ ടീം. ദേവനന്ദ. പാർവണ. പാർവണ. പാർവണയുടെ കണ്ണൊക്കെ കണ്ടോ? വാലിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ആരും എഴുതി തന്നെ? അമ്മ. അമ്മയാണോ സുന്ദരി എഴുതി തന്നെ? ഓക്കെ. പാർവതി. പാർവതി. ഹരിബാല. ഹരിബാല. ഹരിബാല അത് പാർവതി എന്ന് പറയാൻ പോയല്ലേ ഹരിബാല. ഓക്കെ. സാൻവി. സാൻവി. ശിവന്യ. ശിവന്യ. കാശിക. കാശിക. ഓക്കെ. എല്ലാവരും എന്താ ചെയ്യുന്നേ? ഇങ്ങനെ നമുക്ക് പാട്ട് പാടാനായിട്ട് വന്നതാണോ? ആണോ? അതിന് റെഡിയായി വന്നതാണോ? എല്ലാവരും റെഡിയാണോ പാട്ട് പാടാൻ? എനിക്ക് ഏത് പാട്ടാ പാടിത്തരാൻ പോന്നേ? ഏതാ? എല്ലാവരും അത് തന്നെയാണോ? ഏതാ പാട്ട്? അന്നാരക്കണ്ണ്. അന്നരക്കണ്ണ്. ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ. ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ. അപ്പൊ ഇതിൽ എല്ലാരും കൂടി ഒരുമിച്ച് ഏതാ ഒന്നാം നാൾ ഉല്ലാസയാണോ പാടുന്നേ? എല്ലാരും ഒരുമിച്ച് അതാണോ പാടാൻ പോകുന്നേ? എന്നാ ഞാൻ മൈക്ക് തന്നോട്ടെ. എനർജി പോലെ താന്ന് പറ. താറാ. എന്നാ പിടിച്ചോ? എല്ലാരും റെഡി നിക്കേ. ഓക്കെ. ഓയ് പോയപ്പോൾ അഞ്ചു മഞ്ചാടി, നാല് നാരങ്ങ, മൂന്ന് മുക്കുറ്റി, രണ്ടു ചെണ്ടുമല്ലി, ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. ആറാം ആൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ആറ് മഞ്ചാടി, ആറ് താരാവ്, അഞ്ച് മഞ്ചാടി, നാല് നാരങ്ങ, മൂന്ന് മൂക്കുറ്റി, രണ്ടു ചെണ്ടുമല്ലി, ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. അടിപൊളിയായിട്ടുണ്ടല്ലോ. ആരാ പാട്ട് പഠിപ്പിച്ചെന്നേ? ആരാ? തങ്കമണി ടീച്ചറാണോ? ടീച്ചർ എവിടെയാ? ടീച്ചർ ഒന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചേ. നീ വാ പറ. നീ വാ. ഹായ് ടീച്ചർ.
ടീച്ചറുടെ പേര് തങ്കമണി അല്ലേ? ഓക്കെ. എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്? 32 വർഷമായി. ടീച്ചർ ഇങ്ങോട്ടേക്ക് വന്നോളൂ. കുട്ടികളെ പറ്റി എന്താണ് പറയാനുള്ളത്? ഏത് ക്ലാസ്സിലാണ് എടുക്കുന്നത്? UKG ക്ലാസ്സിലാണ്. എത്ര വർഷം എന്ന് പറഞ്ഞേ? 32 വർഷം ഇവിടെ സർവീസ് തുടങ്ങിയിട്ട് അല്ലേ? അപ്പൊ സ്കൂളിനെ പറ്റി ഇവിടുത്തെ മക്കളെ പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? നല്ല മക്കളാണ്, നല്ല ചിട്ടയോടുകൂടിയുള്ള ഒരു വിദ്യാഭ്യാസമാണ്. നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളും കൂടി അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠന രീതിയാണ്. പിന്നെ LKG UKG കളിയിൽ കൂടിയുള്ള പഠനങ്ങളാണ് കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദീകരിച്ച് തരാൻ പറ്റുമോ മാം? കളിയിൽ കൂടി വരെ നമ്മളിപ്പോൾ ഒരു അക്ഷരം പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കാക്കേനെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ കാക്കയെക്കുറിച്ചുള്ള ഫുള്ളായിട്ട് അതിൻ്റെ പാട്ട് പാടിച്ച് അതിൻ്റെ കളി വെച്ചിട്ട് അങ്ങനെ പഠിപ്പിക്കണതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ എത്ര ആൾക്കാർ? കുറേ ആൾക്കാർ, 15 പേര്, മാസ്റ്റർ അടക്കം 15 സ്റ്റാഫ്സ് ഒക്കെ അടക്കം. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പളും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പാഠ്യത്തിനെ പറ്റിയിട്ട്. അതെ, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? പാഠ്യപദ്ധതികൾ കുട്ടികളുടെ അച്ചടക്കവും നല്ല ബഹുമാനിക്കാനുള്ള കഴിവ്, ഒരു ആദരവ് ഒക്കെ കൂടി സംസ്കാരത്തിലൂടെ കുട്ടികൾക്ക് കിട്ടാൻ പറ്റും. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്കാരമില്ല. പഠനമുണ്ട് പക്ഷെ സംസ്കാരമില്ല. അപ്പൊ അവര് ഏത് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് ഈ പാഠ്യപദ്ധതിയോടെ അവർക്ക് കിട്ടും, ഉറപ്പാണ്. അപ്പൊ നമ്മളിവിടുന്ന് കുറെ കുട്ടികൾ പഠിച്ചു പോയി നല്ല നിലയിലെത്തി. അത് ഒരു വ്യത്യസ്ത രീതിയിലുള്ള പഠന രീതി. എന്തായാലും കുട്ടികൾ നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. അതുപോലെ ഈ കുട്ടികൾ നന്നായിട്ട് പാടുന്നതാണ്. നല്ല കുഞ്ഞു മക്കളാണ്, നല്ല ഭംഗിയിൽ പാടും അവര്. ആണോ? എന്നാ അവരെയും കൂടി പാട്ട് നമുക്ക് കേട്ടാലോ? കേൾക്കാം അല്ലേ? ഹായ്, ഹലോ. എല്ലാരും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒന്നിട്ട് പറഞ്ഞേ. LKG-യിലാണോ എല്ലാരും പഠിക്കുന്നേ? ആണോ? എനിക്കൊരു പാട്ട് പാടിത്തരോ? ഏത് പാട്ടാ പാടുന്നേ? മമ്മ ഡാർലിംഗ് ആണോ പാടുന്നേ? ഓക്കെ. പേര് ആദ്യം പറഞ്ഞുതരൂ. എനിക്ക് പേര് പറഞ്ഞുതരൂ എല്ലാരെയും. പേരെന്താ? ധ്യാൻ കൃഷ്ണ. ഓക്കെ. സാത്വിക്, വേദ, ത്രീനിക, സിദ്ധി, ഗൗരി ശരത്, നടാഷ, ഹിതാഷ. ഓക്കെ, വെറൈറ്റി നെയിംസ് ആണല്ലോ. വേദിക കുട്ടി, അലങ്കൃത, ആരോൺ, ധനുഷ്. എന്താ കളിപ്പിലാണോ? അത് ചിരിച്ചേ, അത് ചിരിച്ചേട്ടെ. തനിഷ്ക്. ഓക്കെ. ആ പാട്ടോട് റെഡിയാണോ മക്കളെ? റെഡിയല്ലേ? ഞാൻ മൈക്ക് തരട്ടെ. റെഡിയാണോ? ഓക്കെ. ഇതാ പിടിച്ചോ. നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ആരാ പഠിപ്പിച്ചെന്നേ പാട്ട്? രേഷ്മ ടീച്ചറാണ് പഠിപ്പിച്ചെന്നേ. രേഷ്മ ടീച്ചർക്ക് ഒരു താങ്ക് യു പറഞ്ഞേ. താങ്ക് യു. ഒരു ലവ് യു പറഞ്ഞേ. ഇത് ഇങ്ങനെ നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ ലവ് യു പറ. ഓക്കെ. എന്നാൽ താങ്ക് യു. ബൈ. ഒരു ഫ്ലൈങ് കിസ് തരുമോ? ബൈ. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ പ്രിൻസിപ്പളായ SK മുരളീധരൻ സാറാണ്. സാറിന്റെ കൂടെ ഒന്ന് സംസാരിക്കാം നമുക്ക്. ഹായ് സർ. ഓക്കെ. സാറിന് എന്താണ് ഈ സ്കൂളിനെ പറ്റിയൊക്കെ പറയാനുള്ളത്? എത്ര വർഷം സർവീസ് ആണ്? 1979 LKG ക്ലാസ് മാത്രമായി ആരംഭിച്ച ഒരു വിദ്യാലയമാണിത്. ഇന്നിവിടെ പ്ലേ സ്കൂൾ മുതൽ 7ാം ക്ലാസ് വരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പഞ്ചാംഗ ശിക്ഷണം എന്നുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. യോഗ, കായികം, നൈതികം,
സംഗീതം, സംസ്കൃതം ഈ 5 വിഷയങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ നടക്കുന്നത്. കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളതിൽ ഞാനും സന്തുഷ്ടനാണ്. 45 വർഷത്തെ അധ്യാപക പരിചയമാണ് എനിക്കുള്ളത്. ദീർഘകാലമായി മറ്റ് സർക്കാർ വിദ്യാലയങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ സർ പറഞ്ഞല്ലോ, യോഗ, പാട്ടാണെങ്കിലും ഇപ്പൊ രാവിലെ നമ്മൾ കേട്ടു, അതിനെ പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? ഇവിടുത്തെ വന്ദന സഭ, അതായത് രാവിലെ നടക്കുന്ന പ്രാർത്ഥന 20 മിനിറ്റ് നേരം നിൽക്കുന്നത് മുഴുവൻ കുട്ടികളാണ് നിയന്ത്രിക്കുന്നത്. അത് കഴിഞ്ഞാൽ കുട്ടികളുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് അവർക്ക് ഒരു ചെറിയ ഒരു വ്യായാമ മുറ പറഞ്ഞു കൊടുക്കും. എല്ലാ ദിവസവും സംഗീതം ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനു പുറമെ കരാട്ടെ ക്ലാസ് നടത്തുന്നുണ്ട്. നല്ല രീതിയിൽ സംസ്കൃത അധ്യയനവും നമ്മുടെ വിദ്യാലയത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകണം. ആയിക്കോട്ടെ, നിങ്ങളെ എല്ലാവരുടെയും അനുഗ്രഹ ആശംസകൾ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്ഥാപനം പോകും എന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇതുപോലെ തന്നെ പോട്ടെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. നമ്മുടെ കൂടെയുള്ളത് ഇവിടുത്തെ പ്രീത മിസ് ആണ് കേട്ടോ. പ്രീത മിസ്സിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടുത്തെ സംഗീത ടീച്ചറാണ് അല്ലേ മാം? മാം എത്ര വർഷം ഇവിടെ സർവീസ് തുടങ്ങിയിട്ട്? 10 വർഷത്തോളം ഇവിടെ ഒരു സംഗീത ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു അല്ലേ? അപ്പൊ ഇതിന് മുമ്പ് എവിടെയായിരുന്നു? ഇതിന് മുമ്പ് ഡയമണ്ട് റേസ് എന്ന് പറഞ്ഞ സ്കൂൾ ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു. പിന്നെ വേറെന്തോ ഒരു വാർത്ത കേട്ടല്ലോ, ആകാശവാണിയില് കവിത പാടിയിരുന്നു. കവിത അല്ലേ? ഓക്കെ. അപ്പം എന്താണ് ഈ സ്കൂളിനെ പറ്റിയൊക്കെ പറയാനുള്ളത്? കുട്ടികൾക്ക് വേഗം ക്യാച്ച് ചെയ്യാറുണ്ടോ? ഇവിടെ പഞ്ചാംഗ ശിക്ഷണം എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ഇതുണ്ട് നമ്മുടെ വിദ്യാനികേതനില്. അപ്പോൾ പഞ്ചാംഗ ശിക്ഷണത്തിൽ മ്യൂസിക് ഏറ്റവും പ്രാധാന്യം, മ്യൂസിക്, യോഗ, സംസ്കൃതം, അപ്പോൾ ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ മ്യൂസിക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ സ്വരസാധന ചെയ്യിക്കാറുണ്ട്. പിന്നെ ഭജൻസ്, പിന്നെ ജ്ഞാനപ്പാന, ഇതെല്ലാം ഇവിടെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ജ്ഞാനപ്പാന, ഭഗവത്ഗീത, അങ്ങനെയൊക്കെ നമ്മൾ പരിശീലനം കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പം മാം നമുക്കിവിടെ ഒരു പാട്ടൊക്കെ പാടത്തില്ലേ? പാട്ട് പാടത്തില്ലേ? എന്തായാലും സംഗീത ടീച്ചർ നമുക്ക് അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ അല്ലേ? മാമിൻ്റെ ഒരു പാട്ട് കേൾക്കണ്ടേ അല്ലേ മാം? പാടില്ലേ? കാണണം കണി കാണണം മണികണ്ഠനെ കണി കാണണം, കാണണം കണി കാണണം മണികണ്ഠനെ കണി കാണണം. ദർശനം തവ ദർശനം എനിക്കേകണേ ശബരീശനെ, ദർശനം തവ ദർശനം എനിക്കേകണേ ശബരീശനെ, കാണണം കണി കാണണം മണികണ്ഠനെ കണി കാണണം. നിന്നിലർപ്പിച്ചൊരാത്മവിശ്വാസം മണ്ണടിയും വരേക്കും ഞാൻ, നിന്നിലർപ്പിച്ചൊരാത്മവിശ്വാസം മണ്ണടിയും വരേക്കും ഞാൻ. മാമകാത്മാവിൽ നാദസ്പന്ദന രൂപം നിൽക്കും വരേക്കും ഞാൻ, കാണണം കണി കാണണം മണികണ്ഠനെ കണി കാണണം. നന്നായിട്ടുണ്ട്. പെട്ടെന്ന് നിന്ന പോലെ ആ സൗണ്ട് എന്താ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോ. നല്ല സൗണ്ടാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇത് കുട്ടികളും പാടുന്നത് കേട്ടു. എന്തായാലും നന്നായിട്ടുണ്ട് മാം. താങ്ക് യു സോ മച്ച്. നല്ല പാട്ടായിരുന്നു. താങ്ക് യു. നല്ല സൗണ്ടാണ്. താങ്ക് യു. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ യോഗ മിസ് ആണ് കേട്ടോ. മിസ് എന്ന് പരിചയപ്പെടാം. ഹായ് മാം. മാമിന്റെ പേരെന്താണ്? എൻ്റെ പേര് പത്മജ. പത്മജ. ഓക്കെ. മാം എത്ര വർഷം ഇവിടെ സർവീസ് തുടങ്ങിയിട്ട്? 21 വർഷമായി. 21 വർഷമായി. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, യോഗയൊക്കെ? യോഗ കുട്ടികൾ നന്നായി ചെയ്യും. യോഗ പെർഫോമൻസ് ഞങ്ങൾ ആനുവൽ ഡേക്ക് നടത്താറുണ്ട്. പിന്നെ കുട്ടികൾ കൃത്യമായിട്ട് രാവിലെ എഴുന്നേറ്റ് യോഗയൊക്കെ ചെയ്യും. അതിന്റെ മാറ്റം കുട്ടികളിൽ നല്ല മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പഠിക്കാനുള്ള പുറകിലോട്ടുള്ള കുട്ടികൾക്ക് നല്ല യോഗ ചെയ്തു കൊടുത്ത് അവരെ കൂടുതൽ എനർജറ്റിക് ആക്കും. ഓക്കെ. അതൊരു നല്ലൊരു ശീലമാണല്ലോ. അതേപോലെ രാവിലെ തന്നെ എഴുന്നേറ്റ് ചെയ്യും. നല്ല മക്കളാണ്. നല്ല മക്കളാണ്. ഓക്കെ.
അപ്പം ബാക്കിയുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ എന്താണ് മാമിന് പറയാനുള്ളത് ഒരു യോഗ ടീച്ചർ എന്ന നിലയിൽ? എല്ലാ നമ്മളെ പ്രയർ മുതൽ എല്ലാ കുട്ടികളും നല്ല ആക്റ്റീവാണ്. എന്ന് വെച്ചാൽ പത്മാസനത്തിൽ ഇരുന്നിട്ടാണ് പ്രയറിന് ഇരിക്കുക കുട്ടികൾ. എല്ലാ കുട്ടികളും അങ്ങനെ ഇരിക്കുക. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി അങ്ങനെ പറയും. അങ്ങനെയാണല്ലേ? ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. അങ്ങനെ നമുക്കിവിടെ മിടുക്കികളെയും മിടുക്കന്മാരെയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു നോട്ട് കേട്ടോ അവിടെ മിടുക്കി എന്ന് പറഞ്ഞപ്പോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ റെഡി ആയിട്ട് ഇവിടെ ഫ്രണ്ട്സ് റെഡി ആയി നിൽക്കുന്നുണ്ട്. അല്ലേ ഗൈസ്, നിങ്ങൾ റെഡി അല്ലേ? ഇത്ര എനർജി ഉള്ളൂ? റെഡിയാണോ? റെഡിയാണോ? എന്താ ഇത്ര ഉള്ളൂ? യെസ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. അതിന് മുമ്പ് ഒന്ന് പരിചയപ്പെടട്ടെ. ഓക്കെ, പേരെന്താ? ദേവിക. ദേവിക. ദേവിക ഏത് ക്ലാസ്സിലാ? ഫിഫ്ത്ത് ആണോ? ഓക്കെ, ഏത് ക്ലാസ്സിലാ മോളെ? 5. 5-ല്. എന്താ പേരെന്താ? കൃഷ്ണേന്ദു. കൃഷ്ണേന്ദു. പേരെന്താ? ആരാധ്യ. ആരാധ്യ. ഏത് ക്ലാസ്സിലാ? 5-ല്. 5-ല്. എല്ലാവരും ഒരു ക്ലാസ്സിലാണോ? ഓക്കെ, എന്താ പേര്? പവിത്ര. പവിത്ര. ഏത് ക്ലാസ്സിലാ? 6th. 6th ആണല്ലേ? വെള്ളിയാഴ്ചയാണല്ലേ? എന്താ പേര്? കാർത്തിക. കാർത്തിക. ഏത് ക്ലാസ്സിലാ? 6th. അപ്പൊ നിങ്ങൾ ഒരു ക്ലാസ്സിലാണോ? ഓക്കെ, പേരെന്താ? നിയ. നിയ. ഏത് ക്ലാസ്സിലാ? 6th. ഓക്കെ. അഴകനന്ദ. അഴകനന്ദ. ഓക്കെ, ഏത് ക്ലാസ്സിലാ? 6th. ആരാ പേരിട്ട്? അച്ഛൻ. അച്ഛൻ. നല്ല പേരാട്ടോ. ഓക്കെ, പേരെന്തെന്ന് വിളിച്ചിരിക്കുന്നേ? പേരെന്താ? ആദിദേവ്. ഏത് ക്ലാസ്സിലാ? 5-ല്. പിന്നെ ഈ ആലപ്പിനെ പരിചയപ്പെടണ്ടല്ലോ അല്ലേ? ആദിശൂട്ടനാണല്ലോ അല്ലേ? ഏത് ക്ലാസ്സിലാ? 5-ല്. കശ്യപ്. ഏത് ക്ലാസ്സിലാ? 5-ല്. വിശ്വജിത്ത്. വിശ്വജിത്തിനെ അറിയാം. ഏത് ക്ലാസ്സിലാ? 6-ല്. സൂര്യജിത്ത്. നിങ്ങൾ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. വിശ്വജിത്തും സൂര്യജിത്തും. ഓക്കെ, എന്താ ഏത് ക്ലാസ്സിലാ? 6-ല്. മാധവിനെ അറിയാം. ഏത് ക്ലാസ്സിലാ? 6-ല്. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാം റെഡിയാണോ? അപ്പൊ റെഡി ആയിട്ട് നിക്കണല്ലേ? ക്വസ്റ്റ്യൻസ് എന്താ നോക്കാണ്? ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻസ് എങ്ങനെ നോക്കാണ്? അപ്പൊ റെഡി ആയിട്ടില്ല നിക്കുന്നേ? എന്താണ് ഗേൾ സൈലന്റ് ആയി പോയേ? ഒന്ന് എനർജറ്റിക് ആവ്. റെഡിയാണോ? എന്താ പേടിയുണ്ടോ? കുസൃതി ചോദ്യം ചോദിക്കൂ. റെഡിയല്ലേ? എന്തെങ്കിലും പറയണ്ടേന്നാ? ഇവിടുന്ന് എന്തെങ്കിലും പറയണ്ടേന്ന് അല്ലേ? ഞാൻ എന്തോ സീക്രട്ട് ഉണ്ട് കേട്ടോ. ബാക്കിന് സെർച്ച് ചെയ്യാൻ ഞാൻ എന്താണ് പറയുന്നത്? പറയില്ല സീക്രട്ട് ആണെന്ന്. ഒന്ന് നമുക്ക് ഇത് സീക്രട്ടാ, പറയോ എന്താണെന്ന്? പറയോ? ഒന്ന് പറ. എന്തോ ഉറപ്പിച്ചു വെച്ചതാന്ന് പറഞ്ഞേ. എന്താ ആരെയാ ഉറപ്പിച്ചു വെച്ചേ? നേരത്തെ വന്നപ്പോ കല്യാണം ഉറപ്പിച്ചു വെച്ചോ ചോദിച്ചല്ലേ? അത് ഉറപ്പിച്ചു വെച്ചതെന്ന് പറഞ്ഞതാണ്. ആരാ? ഇവ വെറുതെ പറഞ്ഞ ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലാന്ന് അല്ലേ? വീട്ടില് വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ? അങ്ങനെയാണോ? തമാശക്ക് പറഞ്ഞാണോ? നീ ബ്രോക്കറാണോ? ഇവിടുത്തെ ബ്രോക്കറാട്ടോ. ആ ചേട്ടനാ ഇവിടുത്തെ ബ്രോക്കർ. മെയിൻ ബ്രോക്കറാണോ? അതേന്ന് പറയുന്നല്ലോ. പിന്നെ ഇവിടുത്തെ ബ്രോക്കർ ആരാ? നീ ആണല്ലോ ബ്രോക്കർ എന്ന് കേട്ടെ അല്ലേ? എന്നാ വിട്ടിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം നമുക്ക്. അവിടെ ചിരിച്ചു നിർത്തുന്നില്ല ഗൈസ്. അത് സാറല്ല, നമുക്ക് എല്ലാം ഉറപ്പിക്കാം, ശരിയാക്കാം. പേടിക്കണ്ട കേട്ടാ. റെഡിയല്ലേ? റെഡിയല്ലേ ഗൈസ്? റെഡിയല്ലേ? ബ്രോക്കർ നീ റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ. ആഗ്രഹിക്കാത്ത ജയം എന്താണ്? ആഗ്രഹിക്കാത്ത ജയം എന്താണ്? ആഗ്രഹിക്കാത്ത ജയം എന്താണ്? ആഗ്രഹിക്കാത്ത ജയം എന്താ? ഇതാരും ആഗ്രഹിക്കൂല. എന്താ ആലോചിക്കുന്നുണ്ട്? ഇങ്ങനെ ആലോചിക്കും. എന്താ അറിയോ? പരാജയം. കറക്റ്റ് ആൻസർ, പരാജയം. പേരെന്താ പറഞ്ഞേ? കാർത്തിക. എന്താണ് ബ്രോക്കർ? അറിയോ? എന്നെ കൈ പൊക്കണേ, ഞാൻ നോക്കും ആരെ കൈ പൊക്കുന്നേ. ഓക്കെ അല്ലേ? അത് ഷൂട്ടാ? ഓക്കെ. അടുത്ത ചോദിക്കട്ടെ. ബി റെഡി? ഓക്കെ. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി എന്താണ്? ഇലക്ട്രിസിറ്റി. കറക്റ്റ് ആൻസർ ആണ്. ഒരു ക്ലാപ്പ് ചെയ്യ്. കൊള്ളാലോ. ഞാൻ ക്ലാപ്പ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ അവർ ഈടത്തിലും താളത്തിലും ക്ലാപ്പ് ചെയ്തു. നന്നായിട്ടുണ്ട് ഗൈസ്, നന്നായിട്ടുണ്ട്. അടുത്ത ചോദിക്കട്ടെ. വഴുക്കുള്ള രാജ്യം
ആരോ പറഞ്ഞല്ലോ, അറിയോ? കറക്റ്റ് ആൻസർ. പേരെന്താ? ആരാധ്യ. ആരാധ്യ. ഗ്രീസ് ആണ് കറക്റ്റ് ആൻസർ. ഒന്ന് ക്ലാപ്പ് ചെയ്തേ, എന്നോട് കേട്ടെ. അത് കേൾക്കാനൊരു സുഖമുണ്ട് കേട്ടോ. ക്ലാപ്പ്. ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ ആരാണ്? ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ ആരാണ്? അല്ല. ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ ആരാ? ആരാ അറിയോ? ഒന്ന് ആലോചിച്ച് നോക്ക്. അതൊന്നും ഞാൻ പറയില്ല. അല്ലടാ, ആലോചിച്ച് നോക്കിയേ. അറിയോ? അറിയോ ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ ആരാ? അല്ല. ഞാൻ പറയണോ? ഞാൻ എന്താ? അല്ല. ഞാൻ പറയട്ടെ. അന്നെ ആരെങ്കിലും തല്ലുവോ? ഉറപ്പല്ലേ? ടൈലറല്ലേ പോക്കറ്റ് അടിക്കുക? എവിടെ പോക്കറ്റ്? ഇതാ. ഓക്കെ, ഇനി മറക്കോ? പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി എന്താ? പേനയിൽ ഒഴിക്ക. ആടെ നീ മുളക് തിന്നിനാ? എരിയുന്നു. പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി. കറക്റ്റ് ആൻസർ. എന്നിട്ട് പറഞ്ഞേ. കൺമഷി. ഓക്കെ, അവിടെ 2 പോയിന്റ്സ് ലീഡിങ്ങിൽ നിൽക്കാണേ. തോപ്പിക്കാൻ ആരുണ്ട്? ആരാ തോപ്പിക്കോ? മാധവട്ടെ തോപ്പിക്കോ അല്ലേ? കാണാം അല്ലേ? ഏറ്റവും കൂടുതൽ ആള് താമസിക്കുന്ന വനം ഏതാ? അല്ല. ഏറ്റവും കൂടുതൽ ആള് താമസിക്കുന്ന വനം ഏതാ? അറിയോ? ഏറ്റവും കൂടുതൽ ആള് താമസിക്കുന്ന വനം? അല്ലടാ, വനം. മാധവേട്ട എടുത്തു. അറിയില്ല? മാധവേട്ടന് അറിയില്ല? അല്ലടാ, കുറച്ച് കുസൃതിയായിട്ട് ആലോചിച്ചേ. അറിയോ? സംതിങ് ലൈക്ക് ദാറ്റ് റിലേറ്റഡ് ആണ്. അറിയോ? അല്ല. ഞാൻ പറയണോ? സൂ ആണോ? അല്ല. ഞാൻ പറയട്ടെ ആൻസർ. വനം. ഇപ്പൊ മനസ്സിലായോ? ഏറ്റവും ചെറിയ ഡ്രൈവർ എന്ത്? അല്ല. ഏറ്റവും ചെറിയ ഡ്രൈവർ സ്ക്രൂ ഡ്രൈവർ. കറക്റ്റ് ആൻസർ. ഇത് രണ്ടാമത്തെ ആൻസർ അല്ലേ? പൊട്ടിക്കാൻ ആള് അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. മാധവേട്ട എന്താ പറ്റി? മാധവേട്ട അയ്യോ. ഹലോ, മാധവേട്ടൻ പൊട്ടുവോ? അനക്കറിയില്ല. നേരത്തെ ഒരു മാധവേട്ടൻ ജയിക്കും പറഞ്ഞാണല്ലോ. കുഴപ്പമില്ല അല്ലേ? അടുത്ത് പോയിക്കട്ടെ. ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ്. കൈ പൊക്കണ്ടടാ, ഞങ്ങക്ക് പ്രൈസ് വേണ്ട. നീ പറഞ്ഞ ആദ്യം ഞാൻ കൊടുക്കാല്ലേ? മാധവേട്ട ഇങ്ങോട്ട് കൊടുക്കട്ടെ. നീ കൈ പൊന്തിക്കണ്ടേ മാധവേട്ട? എന്താണല്ലേ നീ കൈ പൊക്കാതാണോ പറയുന്നേ? ഇനി അടുത്തിൽ കൈ പൊക്കോ? കറക്റ്റ് ആൻസർ ആണ് കോൾഗേറ്റ്. ഓക്കെ, മാധവേട്ട കൈ വെക്കണേ. ഓക്കെ. ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയുകയും ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കുകയും ചെയ്യും. ഇവന് ഞാൻ എന്താ വേണ്ടേ? അല്ല, അതല്ല. കൈ പൊക്കണേ, ആൻസർ വിളിച്ചു പറയരുത്. ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയുകയും ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കുകയും ചെയ്യുന്നത് എന്താണ്? അറിയോ? അല്ല. അറിയോ? ഒന്ന് ആലോചിച്ച. ആവശ്യമുള്ളപ്പോ വലിച്ചെറിയൂ, ആവശ്യമില്ലാത്തപ്പോ എടുത്തു വെക്കും. മാധവേട്ട. ആഹാ, ആവശ്യമുള്ളപ്പോ നീ വലിച്ചെറിയ ചെയ്യാ? സഞ്ചിയോ? അല്ല. അറിയോ ഗൈസ്? അറിയോ? അല്ല. ആഹാ, അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ബല. ആരാ ആൻസർ പറഞ്ഞേ? അല്ല, മോളെന്നല്ല ആൻസർ വന്നേ. അല്ലേ? അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കാണ് ഗൈസ്. ചീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒളിച്ചു നിൽക്കാണ് ആൻസർ പറഞ്ഞു കൊടുത്തിട്ട്. ചീറ്റിംഗ് അല്ലേ ഗൈസ്?
ലാസ്റ്റ് പറ. ആ ഞാൻ കേട്ടിന്. മീൻവലയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. പെട്ടെന്ന് പൊട്ടണമെന്ന് ആഗ്രഹിച്ച് ആളുകൾ വാങ്ങിക്കുന്ന സാധനം എന്താണ്? അല്ല, അത് പെട്ടെന്ന് പൊട്ടണോടാ. കറക്റ്റ് ആൻസർ. ഇവിടെ പറഞ്ഞെടുത്തതാണോ? അല്ല. അറിയോ? അറിയാം, എനിക്കറിയാം. പടക്കമാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ആ പെട്ടെന്ന് പൊട്ടണ്ടേ? അത് പൊട്ടെന്ന് ആഗ്രഹിച്ചില്ല വാങ്ങിക്ക അല്ലേ? ഓക്കെ. അടുത്ത നോക്കട്ടെ. തലയുള്ളപ്പോൾ ഉയരം കുറയും, തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതലുമുള്ളത് എന്താണ്? ജിറാഫ്. അല്ല. എന്താണ് ആദിശുട്ട? ആമയല്ല. അറിയോ? അല്ല. നിന്റെ മാധവേട്ടൻ എവിടെ? മാധവേട്ടൻ എവിടെയാടാ? അറിയോ മാധവേട്ടാ? അറിയില്ല. ഞാൻ അല്ല 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 അല്ല. ഞാൻ പറയട്ടെ തലേണ. തലേണ. ഇവ നേരത്തെ മുളക് കടിച്ചുകൊണ്ടിരിക്കുവാണ് അല്ലേ? അല്ലേ? ആ സാധനം മുട്ടിയിട്ടാണ് കേട്ടോ, അല്ലാണ്ട് മുളക് കടിച്ചൊന്നല്ല അല്ലേ? ആ എന്നാ അടുത്ത് നോക്കട്ടെ. സ്ത്രീകൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഭരണം എന്താണ്? അവരുടെ ടീച്ചേഴ്സ് ആഭരണം. ആ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ആഭരണമാണ് കറക്റ്റ് ആൻസർ. അതിനെ ഇവിടെ ചോദിച്ചു തന്നെയാണ് ഗൈസ്. ആയിക്കോട്ടെ അല്ലേ? ഓക്കെ. ആളുകളുടെ വായ നോക്കാൻ ബിരുദമെടുത്തത് ആരാണ്? ഡെന്റിസ്റ്റ്. കറക്റ്റ് ആണ്. ഡെന്റിസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ. അവിടെ പോയി കേട്ടോ ആൻസർ. അടുത്ത ചോദിക്കട്ടെ. പ്രധാനമന്ത്രി പോലും അനുസരിച്ച് തല കുനിക്കുന്നത് ആരെ മുന്നിലാണ്? അല്ല കുസൃതിയാടാ. നിങ്ങൾ എന്തുവാ ഇത്? സീരിയസ് ആക്കി എടുക്കല്ലേ? എനിക്ക് മനസ്സിലായില്ല. മാധവേട്ടനുണ്ടല്ലോ, നോക്കുക ക്വസ്റ്റ്യൻ ആൻസർ ഒളിഞ്ഞിട്ട്. പ്രധാനമന്ത്രി പോലും ഈ തല കുനിച്ച് അനുസരിച്ച് നിൽക്കും, അത് ആരെ മുമ്പിലാ? അല്ല അല്ല. പ്രധാനമന്ത്രി പോലും തല കുനിച്ച് അനുസരിച്ച് ഒരാളെ മുമ്പിൽ നിൽക്കും. ആരെ മുമ്പിലാ? നമ്മളെ മുമ്പിലോ? നമ്മളെ മുമ്പിലല്ല. ആരെ മുമ്പിലാ? അറിയോ? ഇന്ത്യൻ ഫ്ലാഗ്. ആ കുട്ടി കുറച്ച് ലോജിക്കായിട്ട് പറഞ്ഞു ഇന്ത്യൻ ഫ്ലാഗ്. പക്ഷെ അല്ല, കുസൃതിയിലേക്ക് വാ. അല്ലടാ. എന്താണ് ആദിശൂട്ടാ? എനിക്കറിയില്ല. അറിയോ? കുസൃതി എടുക്ക്. ഞാൻ പറയണോ? ഞാൻ പറയട്ടെ? ഞാൻ പറഞ്ഞ എനക്കത് തരുവാ? എനക്കത് തരുവാ? മുട്ടായി തരും നീ? വെറുതെ പറഞ്ഞ. ഞാൻ പറയട്ടെ ആൻസർ. ബാർബർ. ബാർബർ മുടി വെട്ടാൻ വേണ്ടി തല കുനിച്ചിരിക്കൂലേ? ഇഷ്ടായില്ല ക്വസ്റ്റ്യൻ? മാധവട്ട് തലക്കെല്ലാം കൈവച്ചു. ഈ എന്ത് ക്വസ്റ്റ്യൻ ആണ് ഇത് എടുത്തിട്ട് വരുന്നത് അല്ലേ? ഇത് എവിടുന്ന് കിട്ടി അല്ലേ? അല്ലേ മാധവേട്ട? ആന്ന്. നിങ്ങൾക്ക് ഇഷ്ടമായ ക്വസ്റ്റ്യൻസ് എല്ലാം ഇനിയും ചോദിക്കണോ? ഇനിയും ചോദിക്കണം. ആ പ്രൈസ് കൊടുക്കണ്ട. പ്രൈസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ വല്ലതും അറിഞ്ഞിനോ? ആന്നാ. അത് ആൻസർ എന്താ പറയാ? ലീഡിങ് അപ്പ് ആരാ? അമ്മോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ അല്ലേ? റെഡിയാ നിങ്ങൾ എല്ലാരും? ഓക്കെ അല്ലേ? അപ്പൊ ചോദിക്കാൻ പോവാണ്. ആരും ഇഷ്ടപ്പെടാത്ത സുഖം ഏതാ? പോയി മോനെ, നമ്മളെ സുന്ദരിക്കുട്ടി കൊണ്ടുപോയി എന്ന് പറഞ്ഞ അസുഖം. കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് എടുത്തൂടെ? ആരാ ഗിഫ്റ്റ് കൊണ്ടുപോയേ? ഒരു ക്ലാപ്പ് കൊടുത്തേ. യെസ്. അപ്പൊ നമ്മൾ പ്രൈസ് അടിച്ചത് ആരാ? യെസ്, ആരാധക്കുട്ടിയാണ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. അപ്പൊ സീൽ ടിവിയുടെ വക ആരാധക്കുട്ടിക്ക് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ക്ലാപ്പ് ചെയ്യ്. കൺഗ്രാറ്റ്സ്. ഒരു ഷേക്ക്. കൺഗ്രാറ്റ്സ്. ബൈ ബൈ. ബൈ ബൈ മാധവേട്ട. ബൈ ബൈ ബ്രോക്കർ. ബൈ ബൈ.
വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുന്നു. പക്ഷെ വിശേഷങ്ങൾ തീർന്നില്ല കേട്ടോ. നാളെ ഇതേ സമയം ഇതേ സ്കൂളിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ്. ബൈ. Yeah.